ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മിരാന ഡിസൈൻസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നുണ്ട് ചിലരുടെ, അതുകൊണ്ടാണ് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവാത്തത്. നമ്മൾ എല്ലാ കാര്യവും വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് DTDC. ഇൻസൈഡ് കേരളയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ സൈസസ് എല്ലാം ഞാൻ പറയുന്നുണ്ട്, ലെങ്ത് പറയുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, കുറച്ച് പേര് പറയുന്നുണ്ട് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നില്ല. എല്ലാ പ്രാവശ്യവും പുറകിൽ പോയി നിന്ന് ഫുൾ വ്യൂ കാണിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കാണാതെ പോകുന്നത്. പിന്നെ ഓർഡേഴ്സ് വാട്സപ്പ് ത്രൂ ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുന്ന സൈസ് മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അതാകുമ്പോൾ ചിലപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ബിസി ആയി പോവും. പിന്നെ നമ്മൾ മെസ്സേജ് അയക്കും സൈസ് എന്താണെന്ന്. പിന്നെ അവർ റിപ്ലൈ തരുമ്പോൾ ഡിലേ ആവും. അപ്പോഴത്തേനും ഐറ്റം സോൾഡ് ഔട്ട് ആവും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ ഐറ്റംസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. അപ്പം 2 വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇന്നലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചു. അപ്പം മറ്റേ നമ്പർ ഫ്രീ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഒരു നമ്പറിൽ 1 by 1 ചെക്ക് ചെയ്ത് വരെ സമയമെടുക്കും. ചില സമയങ്ങളിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സൈസ്, ഇപ്പോൾ XXLന് തന്നെ ഇന്നലെ നമ്മുടെ 980യുടെ കുർത്തി XXLന് തന്നെ ഒരു 1500 എൻക്വയറി ഉണ്ടായിരുന്നു. അത്രയും സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് റെഗുലർ കുറച്ച് പേര് പരാതി പറയുന്നുണ്ട് റെഗുലർ കസ്റ്റമേഴ്സിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. 1 by 1 ആണ് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നത്. അപ്പം പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ ഈ മെസ്സേജ് അങ്ങ് മേളിലോട്ട് കയറി പോകുന്നതുകൊണ്ടാണ് മിസ്സായി പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്താൽ നമ്മൾ 1 by 1 ചെക്ക് ചെയ്ത് കൊടുത്താണ് പോകുന്നത്. വെബ്സൈറ്റ് ആയി കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മളും അതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ അത് 1 by 1 കോഡൊക്കെ ചെയ്ത് വരണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഡിലേ ആവുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് സൈസിലുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഗോ 1 size അപ്പ്. ഒരു സൈസ് അപ്പ് പോകുന്നതുകൊണ്ട് ഒരിക്കലും അത് ലൂസ് ആവുമോ ഷോൾഡർ ഇറങ്ങി പോകുന്നും ചെയ്യില്ല. 1 size അപ്പ് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ എനി ഡൗട്ട്സ് ഇൻ സൈസ് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കുർത്തി വരുന്നത് പാനൽ കട്ട് കുർത്തിയാണ്. മീഡിയം ലാർജ് XL XXL ആണ്. ലെങ്ത് വരുന്നത് 47 ആണ്. മെറ്റീരിയൽ വരുന്നത് ഹെവി റയോൺ വിത്ത് കോട്ടൺ ആണ്. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒരു കുർത്തി വന്നത് ഹെവി റയോൺ മാത്രമായിരുന്നു. ഈ കുർത്തിയിൽ ഹെവി റയോൺ വിത്ത് കോട്ടൺ ആണ് കൂടുതൽ കേട്ടോ. കൂടുതൽ മെറ്റീരിയൽ വന്നിരിക്കുന്ന കോട്ടൺ ആണ്. അതിൻ്റെ കൂടെ ഹെവി റയോണും കൂടെ മിക്സ് ആണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ ഒന്നുകൂടെ കംഫർട്ടബിൾ ആണ്. കോട്ടനും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കംഫർട്ടബിൾ ആകും. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഷേപ്പിൽ കിടക്കും. 12 പാനൽസ് ആണ്. നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഫോയിൽ പ്രിന്റ് കൂടെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ആഫ്റ്റർ വാഷ് ഡാർക്ക് ആയി പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഫോയിൽ പ്രിന്റ് ആണ്. യോക്ക് പോർഷൻ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ്. വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ്. നല്ല ഫിനിഷിങ്ങിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ്. ബൊട്ടിക് സ്റ്റൈലിലുള്ള ഹാൻഡ് വർക്ക് ആണ്. യോക്ക് പോർഷനിൽ പൈപ്പിംഗ് കൊടുത്ത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ്സ്. ഈ ഒരു പ്രിന്റ് വരുന്നത് ഒരു ബട്ടിക് അജ്രക്കും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ്. കണ്ടോ, ഇതാ ഇങ്ങനെ വരും. അപ്പൊ കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുള്ളൊരു ലൈറ്റർ വേർഷൻ ഓഫ് ചില്ലി റെഡും നമ്മുടെ ഒരു പിങ്കും പിന്നെ മെറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല റെയർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. യോക്ക് പോർഷൻ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് ആയിട്ടുള്ള ടീൽ ബ്ലൂ കളറാണ്. റെയർ കോമ്പിനേഷൻ ആണ്. വെരി ബ്യൂട്ടിഫുൾ. റേറ്റ് വരുന്നത് 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. 840 ആണ് കേട്ടോ. ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 840. അപ്പൊ ഇങ്ങനെ വരും യോക്ക് പോർഷൻ. കണ്ടോ, നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ്. നല്ല ഫ്ലോറൽ ഡിസൈനിൽ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ്. ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോഷർ വ്യൂ വരുന്നത്. പാനൽ കട്ട് കുർത്തീസ് ആണ് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം 1 by 1 പാനൽസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. കണ്ടു, ഇത്രയും നല്ല അടിപൊളി ഫ്ലെയർ ഉണ്ട്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. അപ്പം റേറ്റ് വരുന്നത് 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കുർത്തിയാണ്. ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മീഡിയം ലാർജ് XL XXL ആണ് സൈസ് വരുന്നത്. ക്വാളിറ്റി കൂടിയ ഖാത്ത കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബതിക് പ്രിന്റഡ് കുർത്തീസ് ആണ്. ബതിക് പ്രിന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രിന്റ് ആണ്. നമ്മുടെ അജറ കലംകാരി പോലെ തന്നെ ഇന്ത്യയുടെ നല്ല ഒത്തന്റിക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ബതിക് പ്രിന്റ്. അതിലേക്ക് വിത്തൗട്ട് മിറേഴ്സ് ഒൺലി ബീഡ്സ് വർക്ക് മാത്രം കൊടുത്ത് യോക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെന്റർ പോർഷന്റെ ലഹരിയ പ്രിന്റും ബോഡി പോർഷനിലെ ബതിക് പ്രിന്റുമാണ്. സ്ട്രെയിറ്റ് കട്ട് ആണ്, സ്ലിറ്റഡ് ആണ്.
കളർ വരുന്നത് നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഒരു പൗഡർ ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ലൊരു കളർ ഷെയ്ഡാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ നല്ല രസമായിട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്ത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ്സ്. സ്ലീവ്സിന്റെ എൻഡിലേക്ക് പടി പോലെ ലഹരിയുടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. 46.5 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. ഇങ്ങനെ വരും ഫുൾ ലെങ്തിൽ വരുന്നത്. ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്. അത്യാവശ്യം നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മിറേഴ്സ് ഒന്നും വരുന്നില്ല, ബീഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ക്ലോഷർ ലുക്ക് വരുന്നത് കണ്ടോ, ബീഡ്സിന്റെ വർക്കാണ് വരുന്നത്. നമ്മുടെ റെയിൻബോ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബത്തിക് പ്രിന്റ് ആണ്, ഖാത്ത കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ, അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ വന്നൊരു ഐറ്റം ആണിത്. ലൈനിങ് ആണെങ്കിലും നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റേറ്റും വളരെ അഫോർഡബിൾ ആണ്. 680 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. നമുക്ക് 3 കളറാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് വൺ സ്കൈ ബ്ലൂ, സെക്കൻഡ് വൺ യെല്ലോ, തേർഡ് വൺ ഓറഞ്ച്. എല്ലാം നല്ല പേസ്റ്റ് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് പോലത്തെ കളേഴ്സ് അല്ലാണ്ട് ഒരു പൗഡേർഡ് കളർ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഒരു മിനിമൽ ഗെറ്റപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. ഇത് നല്ല രസമുള്ള റെയിൻബോ ബീഡ്സ് ആണ്. അപ്പം നമുക്ക് ആ റെയിൻബോ ബീഡ്സിനകത്തോട്ടും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ ആ ഒരു ഫാബ്രിക്കിന്റെ സെയിം കളേർഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്കാണ്. ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ കംപ്ലീറ്റ്ലി ബതിക് പ്രിന്റ് വരുന്നു. യോക്ക് വരുന്നത് ലഹരിയാണ്. 3/4 ആണ് സ്ലീവ്സ്. നല്ല ക്വാളിറ്റിയുള്ള ഖാത്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ വരും. ലൈനിങ് ഫുൾ ലെങ്തിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആണ്. റേറ്റ് വരുന്നത് 680. 100% വാല്യൂ ഫോർ മണിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വെയർ ചെയ്തിട്ടുള്ള ലുക്ക് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു പൗഡേർഡ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. അടിപൊളി ഒരു ഓഫീസ് വെയർ ആണ്. അപ്പൊ ഇന്ന് രാവിലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു കസ്റ്റമറിന്റെ, നമ്മുടെ കുർത്തീസ് ഒക്കെ ഇന്റർലോക്ക് ചെയ്താണ് വരുന്നത്. എല്ലാ കുർത്തീസും ഇപ്പൊ അങ്ങനെ തന്നെ ഇന്റർലോക്ക് ഇല്ലാണ്ട് ഒരു കുർത്തീസും വരാറില്ല. എല്ലാ മാനുഫാക്ചേഴ്സും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാറുണ്ട്. ഇതാ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചൊക്കെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കംപ്ലീറ്റ്ലി ഇന്റർലോക്ക്ഡ് ആണ്. ഇതാണ് കുർത്തിയുടെ ഇൻസൈഡ് ആണ് കാണിക്കുന്നത് കണ്ടോ. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഐറ്റം. 680 വിത്ത് ഒരു കളർ കോമ്പിനേഷൻ. ഈ ഒരു കാറ്റലോഗിലെ ലാസ്റ്റ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ചിഷ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഒരു ഓറഞ്ച് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ്. ഖാത്ത കോട്ടൺ ആണ്. സാധാരണ ഒരു കോട്ടൺ അല്ല, ഖാത്ത കോട്ടൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. കാരണം ഇങ്ങനത്തെ ഖാത്ത സ്റ്റിച്ച് വർക്കും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഫാബ്രിക്കിന് ക്വാളിറ്റി നല്ല കൂടുതലാണ്. പിന്നെ ബതിക് പ്രിന്റ് ആണ്. അപ്പോൾ അജറക് കലംകാരിയൊക്കെ ഒത്തിരി ഉള്ളവർക്ക് ബതിക്ക് ട്രൈ ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു ചാൻസ് ആണ്. ബിലോ 700 വിത്തൗട്ട് ഷിപ്മെന്റിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് കിട്ടുന്നത്. DTDC ആണ് വിത്തിൻ 2 വർക്കിംഗ് ഡേയ്സിൽ ഐറ്റം കൈ കിട്ടും. ഇന്ത്യ പോസ്റ്റ് ആണ് 4 വർക്കിംഗ് ഡേയ്സിൽ കിട്ടും. ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പൊ റേറ്റ് വരുന്നത് 680 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. നമ്മൾ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ഓഫീസ് വെയർ ആണ്. പിന്നെ എപ്പോഴും പുറത്തൊക്കെ ഇങ്ങനെ കുർത്തീസ് മാത്രം യൂസ് ചെയ്യുന്നവർക്കും കൊള്ളാം. കാരണം ചൂട് ക്ലൈമറ്റ് അല്ലേ വരുന്നേ. ഇപ്പൊ കോട്ടൺ അല്ലേ, അപ്പൊ കോട്ടൺ നല്ല സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആലിയ കട്ട് കുർത്തിയാണ്. ഒരുപാട് നാളായി നമ്മൾ ആലിയ കട്ട് കുർത്തീസ് കൊണ്ടുവന്നിട്ട്. ഒത്തിരി എൻക്വയറീസ് ഉണ്ട്. പക്ഷെ നല്ല ഐറ്റം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ്. അപ്പം നല്ലത് കാണുമ്പോഴാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കമൻറ്റ് കണ്ടു, റേറ്റ് കൂടുതലാണെന്നൊരു കസ്റ്റമറിൻ്റെ. നമ്മൾ ഒന്നാമത്തെ കാര്യം മാനുഫാക്ചേഴ്സ് അല്ല. 2 ഇപ്പം ഈ ഒരു കുർത്തി തന്നെ നമുക്ക് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂമിങ് ജോർജറ്റ് ആണ്. അപ്പോൾ ഇത് ഫോക്സ് ജോർജറ്റ് യൂസ് ചെയ്യുകയും ഈ ഹാൻഡ് എംബ്രോയിഡറിക്ക് പകരം മെഷീൻ എംബ്രോയിഡറി ചെയ്യുകയും ഈ പ്ലീറ്റ്സിന് പകരം ഗ്യാദേഴ്സ് ആക്കുകയും ചെയ്താൽ നമുക്കിത് കുറച്ചുകൂടെ ഒരു 100 to 200 റുപ്പീസ് റിഡക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഒരു ആലിയ കട്ട് കുർത്തി എന്ന് പറഞ്ഞാൽ ബ്ലൂമിങ് ജോർജറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ നരച്ച ബ്ലാക്ക് അല്ല, ഡസ്റ്റി ബ്ലാക്കും അല്ല, ജെറ്റ് ബ്ലാക്ക് ആണ്. അതായത് പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് നമ്പർ 1. സെക്കൻഡ് തിങ്, ഈ യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആണ്, മെഷീൻ എംബ്രോയിഡറി അല്ല. അപ്പോൾ അതിലേക്ക് തന്നെ നല്ല ഫിനിഷിങ്ങിലുള്ള വർക്ക് നിങ്ങൾക്ക് കാണും പറയാൻ പറ്റും. ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. തേർഡ് തിങ് എന്ന് പറയുന്നത് ഈ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലീറ്റ്സ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ 1 by 1 പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് അയൺ ചെയ്ത് വരുന്ന ഐറ്റമാണ്. അപ്പം ഇതിന് പകരം ഗ്യാദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ ആ ഒരു ഐറ്റം എടുക്കുന്ന കുറവാണ്. കാരണം എന്തോ വണ്ണമൊക്കെ ഉള്ളവർക്ക് അത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പൊങ്ങി നിൽക്കുന്ന ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ തോന്നുന്നു, എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്ലീറ്റ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പം റേറ്റ് ഒബ്വിയസ്ലി കൂടുതൽ വരും. അപ്പം നല്ലൊരു ക്വാളിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു റേറ്റിൽ കുറയ്ക്കാൻ മാർഗങ്ങളൊന്നുമില്ല. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. ലെങ്ത് വരുന്നത് 47 ആണ്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡിലുള്ള ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നു. ആലിയ കട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രസമുള്ളൊരു വി നെക്കാണ്. അത് ചെസ്റ്റിലേക്ക് ഇറങ്ങി പോവാതെ നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ലെങ്തിലാണ് കൊടുത്തിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ്സ്. വിത്തൗട്ട് ലൈനിങ്ങിനാണ്. ബ്ലൂമിങ് കളർ ആയതുകൊണ്ട് തന്നെ ഹാൻഡ് അത്ര വിസിബിൾ അല്ല. നമ്മുടെ മേളിൽ നിന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാൻഡ് ഇത്രയും വിസിബിൾ ആയിട്ട് കാണാവുന്നത്. എന്നിട്ട് അതിൻ്റെ എൻഡ് പോർഷനിലേക്ക്, സ്ലീവ്സിൻ്റെ എൻഡ് പോർഷനിലേക്കും യോക്കിലെ സെയിം ഹാൻഡ് എംബ്രോയിഡറി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു റെഡ് കളറിലുള്ള ബോട്ടം ഇട്ട് പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. പ്രത്യേകിച്ച് ബ്ലാക്ക് ആകുമ്പം അടിപൊളി, എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന സൂപ്പർ ഒരു കളറാണ്. ഹീറ്റഡ് പ്ലേറ്റ്സ് ആണ് യോക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ എയർലൈൻ കട്ടാണ്. നമ്മൾ എക്സ്ട്രാ ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷേപ്പിലേക്ക് കെട്ടി വെക്കാൻ പറ്റും. ഇതാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ, ഇങ്ങനെ വരും. അപ്പോൾ റേറ്റ് വളരെ അഫോർഡബിൾ ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഐറ്റത്തിന്റെ റേറ്റ് 749. ഇതാണ് നല്ല ഫിനിഷിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഈ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ ഇത് കണ്ടോ നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്ക് ഇപ്പോൾ ഇന്നാണ് കേട്ടോ, കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ബാക്ക് പോർഷൻ. ജെറ്റ് ബ്ലാക്ക് ആണ്. എയർലൈൻ ആണ് ബാക്ക്. ഫ്രണ്ട് പോർഷൻ ആലിയ കട്ടാണ്. നല്ല ഭംഗിയിൽ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ല രസമുള്ള പ്ലീറ്റ്സ് ആണ്. അപ്പോൾ 749 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. അടുത്ത കളർ ഷായിട്ട് വരുന്ന അതിമനോഹരമായ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ, അടിപൊളിയാണ്. എന്നിട്ട് അതിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡിലുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ്. ബ്യൂട്ടിഫുള്ളി പ്ലീറ്റഡ് ആയിട്ടുള്ള ആലിയ കട്ട് കുർത്തിയാണ്. നല്ല കളറാണ്. എല്ലാം 4 കളേഴ്സാണ്. 4 കളേഴ്സും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ലീവ്സിൻ്റെ എൻഡിലേക്കൊക്കെ വന്നിരിക്കുന്ന വർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് എയർലൈൻ ആണ്. ഒട്ടും നരപ്പില്ലാത്ത ബ്ലൂമിങ് ജോർജറ്റ് ആണ്. നമ്മൾ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല കളർ ചാർട്ടാണ്. ബാക്ക് പോർഷൻ എപ്പോഴും വി കട്ട് വരത്തില്ല, റൗണ്ട് ആയിട്ടുള്ള നെക്കേ വരത്തുള്ളൂ. ഫ്രണ്ട് പോർഷനാണ് ആലിയ കട്ടിന് വി നെക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 749 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. ഞാൻ ഇത്രയും പ്രാവശ്യം ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര മെസ്സേജസ് വരുന്നുണ്ടെന്ന് അറിയാമോ? ഫ്രീ ഷിപ്പിംഗ് ആണോ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പിന്നെയും പറഞ്ഞാലും പിന്നെയും കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേര് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഓർഡർ എടുക്കാമെന്ന് വെച്ചാൽ ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു, പേ ചെയ്തു, കൺഫേംഡ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ചും ചെയ്യും. അപ്പം ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഡൗട്ടിന് ആൻസർ ചെയ്ത് പോയി ആ സമയത്ത് തന്നെ അടുത്ത് നമ്മുടെ സ്റ്റാഫ് ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഐറ്റം തീർന്നുകൊണ്ട് വരികയെ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇല്ലെന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ, അതിലും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റേറ്റ് 749. കളർ വരുന്നത് നല്ല റെയർ ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. അതിന് കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നല്ലൊരു പീക്കോക്കും ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു ടിൻറ്റും എല്ലാം കൂടെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അപ്പം ഈ ഒരു കളറിൽ ബോട്ടം ഉണ്ടെങ്കിൽ അതിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും രസമായിട്ട് വരുന്നത്. പ്ലീറ്റഡ് ആയിട്ടുള്ള ആലിയ കട്ട് കുർത്തിയാണ്. പ്രീമിയം ക്വാളിറ്റിയാണ്. ബ്ലൂമിങ് ജോർജറ്റ് ആണ്. ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. അപ്പം റേറ്റ് വരുന്നത് 749. നല്ല ഫ്ലെയർ ആയിട്ടാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും. വയറൊക്കെ ഉള്ളവർക്കും മെറ്റേണിറ്റി ടൈം പീരീഡ് ഉള്ളവർക്കും ഒക്കെ നല്ല ഓപ്ഷനാണ് ആലിയ കട്ട് കുർത്തി. അപ്പം അടുത്ത ലാസ്റ്റ് കളർ, ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളർ വരുന്ന അടിപൊളി ബ്ലഡ് റെഡ് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. കോൺട്രാസ്റ്റ് ആണ് ഏറ്റവും സൂപ്പറായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു സിയാൻ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഇനി ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. റേറ്റ് വരുന്നത് 749. ഇങ്ങനെയാണ് കുർത്തിയുടെ ലുക്ക് വരുന്നത്. ഇത് ബാക്ക് പോർഷൻ. സ്ലീവ്സ് കണ്ടോ, നല്ല രസമില്ലേ? അപ്പോൾ 749 നല്ല കൂൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന നല്ല റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റസ്റ്റ് ഷെയ്ഡാണേ. അടിപൊളി ഷെയ്ഡ്. നല്ല രസമുണ്ട് ഇട്ടിട്ട്. സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. യോക്ക് പോർഷൻ ഒറിജിനൽ ആയിട്ടുള്ള ലഹരിയ പാച്ച് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് ബീഡ്സിൻ്റെ, ആൻറ്റിക് ബീഡ്സിൻ്റെയും വൈറ്റ് കളേർഡ് പേൾസിൻ്റെയും വർക്ക് കൊടുത്തിട്ടുണ്ട്.
നല്ല രസമുണ്ട്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. ബോഡി പോർഷനിലേക്ക് വരുന്നത് അജ്രക്കാണ്. അത് നല്ല കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. ഷാമ്പു വാഷ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് വരുന്നത് കേട്ടോ. കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ശരിക്കും കെയർ ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ ഗാർഡ് വെച്ചൊക്കെ വാഷ് ചെയ്താൽ കളറൊന്നും പോവാതെ അവിടെ ഇരുന്നോളും. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ പേഴ്സണലി പർച്ചേസ് ചെയ്ത് നമ്മളത് കളർ വാഷ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഇന്ന് വരെ ഒരു ഡാമേജസും കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ മെഷീനിൽ കൊണ്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളറെല്ലാം പോകും. അരമണിക്കൂർ മുക്കി വെക്കാനും പാടില്ല. കോട്ടൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഹാൻഡ് വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ചിലരൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് മെസ്സേജിൽ, അതാ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പും ബോട്ടവും ആണ് കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ ഇറക്കം 47 ഇഞ്ചുണ്ട്. വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യോക്കിൽ ഇതുണ്ട്, കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് യോക്ക് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ബോട്ടം പീസ് വരുന്നത് ലഹരിയ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടമാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. വിത്തൗട്ട് ലൈനിങ്ങിനാണ്. 40 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. ഇലാസ്റ്റിക് ആണ്. ഇത് 40യുടെ ബോട്ടമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് 40യുടെ ബോട്ടം വരുന്നത്. നമ്മുടെ ഈ തൈസിന് വണ്ണം ഉള്ളവർക്കും ഇത് ഓക്കെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഫാബ്രിക് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് വന്നിരിക്കുന്നത്. അത് പ്രീമിയം ക്വാളിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ലെവൽ അല്ല, പ്രീമിയം ക്വാളിറ്റി ആണ്. ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. നല്ല ഹെവി ഹാൻഡ് വർക്കാണ്. കാണാൻ അത്രയും പറ്റുന്ന കാണത്തില്ല. ഫുള്ളി ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. അടിപൊളി റസ്റ്റ് ഷെയ്ഡാണ്. അപ്പം റേറ്റും വളരെ അഫോർഡബിൾ ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം ഇത്രയും ഫീച്ചേഴ്സ് 950 ആണ് കേട്ടോ. 950 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. അപ്പോൾ അടുത്തത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് വെയർ ചെയ്ത് കാണിക്കുന്നില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക് പ്രിന്റ് ആണ്. പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ്. എന്നിട്ട് അതിലേക്ക് യോക്ക് ഏരിയയിലേക്ക് ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബീഡ്സും മിറേഴ്സും നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കണ്ടോ, ഈ പേൾസിൻ്റെ വർക്കാണ്. രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടോ, ഇങ്ങനെ പേൾസിൻ്റെ അങ്ങോട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പും ബോട്ടവും ഉണ്ട്. മീഡിയം ടു XXL ആണ്. 46.5 to 47 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. ഇങ്ങനെ വരും. ക്ലാസിക് ആയിട്ടുള്ള അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവൈഡ് ചെയ്യണമല്ലോ, ഇത്രയും റേറ്റ് വരുന്നതല്ലേ. ഇതാണ് 3/4 സ്ലീവ്സ്. സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ലഹരിയ പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. 950ക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടൺ ആണ് കിട്ടുന്നത് കേട്ടോ. ഇതാണ് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ബോട്ടം പീസ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത്. ലഹരിയ പ്രിന്റഡ് ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ വിത്തൗട്ട് ലൈനിങ്ങിന് വരുന്ന ബോട്ടമാണ്. ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് റേറ്റ് വരുന്നത് 950, 950 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ. അപ്പം നമുക്ക് തരാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റ് ആണ് 950. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വരുന്ന ഐറ്റമാണ്. ഇതും മീഡിയം ലാർജ് XL XXL ആണ്. ലെങ്ത് വരുന്നത് 47 ആണ്. നല്ല അടിപൊളി 3 കളർ ചാർട്ടാണ്. ലാവൻഡർ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്. അപ്പം ലാവൻഡർ ഒക്കെ വെരി റയർലി കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ തന്നെ പറഞ്ഞാണ് ബീഡ്സ് ഒഴിവാക്കി മിറേഴ്സ് മാത്രം വെച്ചിട്ടൊരു ഔട്ട്ഫിറ്റ് ചെയ്യാൻ. അപ്പം അതിൻ്റെ നെക്കും സൂപ്പറാണ്. നല്ല രസമുള്ളൊരു വി നെക്ക് വന്നിട്ട് അതിലേക്ക് ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മിറേഴ്സാണ്. എന്നിട്ടൊരു ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഒരു വയലറ്റ് ഷെയ്ഡിൻ്റെ ത്രെഡാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് കണ്ടോ നല്ല രസമായിട്ട് ആ മിറർ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല ഹെവി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലഹരിയ ആണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിലേക്ക് വരുന്നത് കലംകാരിയാണ്. യൂഷ്വലി നമ്മൾ കലംകാരീസ് കാണുന്നത് ഒരു കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിൽ കലംകാരി നമ്മൾ കാണാറില്ല. അപ്പോൾ നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ട്. 14 പാനൽസ് ഉണ്ട്. നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഫുൾ ലെങ്തിൽ ലൈനിങ് വരുന്നുണ്ട്. 3/4 സ്ലീവ്സ് വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ലഹരിയ പാറ്റേൺ. അത് ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പൊക്കമൊക്കെ തോന്നി, നല്ല ബോഡി ഷേപ്പൊക്കെ തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റിൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പാനൽസ് വരുന്നത് യോക്കിൽ നിന്നാണല്ലോ. ഈ അപ്പർ പോർഷനിൽ നിന്ന് പാനൽസ് വരുമ്പോൾ വേസ്റ്റിൽ ടൈ വെക്കരുത്, ബോറായി പോകും. പക്ഷേ യോക്കിൽ നിന്ന് പാനൽസ് വരുമ്പോൾ ടൈ ഉള്ളത് തന്നെയാണ് നല്ലത്. എന്നാലും നമുക്ക് ആ ഒരു
ഈ ഒരു വേസ്റ്റ് ലൈൻ നമുക്കൊരു ഷേപ്പിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വയറൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനെ നല്ലതായിട്ട് ഒതുങ്ങി നിന്നോളും. ബുമ്മെന്ന് നിൽക്കാണ്ട് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ടൈസ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ വരും ലുക്ക് വരുന്നത്. ഫുൾ ലെങ്ത് കാണാമല്ലോ. അടിപൊളി പ്രൈസ് റേഞ്ച് ആണ്. പ്രീമിയം ക്വാളിറ്റി 899 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇരിക്കുന്നത് ലാർജ് ആണ്. ഇപ്പൊ കാണിക്കുന്ന സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ്. ഇതാ ഇങ്ങനെ വരും എക്സൽ സൈസ്. അടിപൊളി ലാവൻഡർ ഷെയ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ കലംകാരി പ്രിന്റ് ആണ്. യോക്ക് പോർഷൻ കണ്ടോ, നല്ല രസമുണ്ട്. മിറേഴ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു മിറർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഒരു 1300 റേറ്റിലേക്ക് വരുന്ന ഈ ഐറ്റം മിലാന ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് ആണ് 899. ഇതാണ് കേട്ടോ ബാക്ക് പോർഷൻ. ഇങ്ങനെ വരും 899. കളർ വരുന്നത് നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കളറാണ് ഇത്. ഒട്ടിപ്പൊളി ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. മുമ്പൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞൊരു കളറാണ് ഇത് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി ആണ്. ഫ്രണ്ട് പോർഷൻ വി നെക്കും ബാക്ക് പോർഷനിൽ റൗണ്ട് നെക്കുമാണ് വന്നിരിക്കുന്നത്. കലംകാരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. കോട്ടൺ ലൈനിങ് ആണ്. ഫുൾ ലെങ്തിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ലെങ്തിൽ അടിപൊളി ഫ്ലെയറിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇത്. ലാർജ് ആണ്. ലാർജിന്റെ ഫ്ലെയർ ആണ് ഈ കാണുന്നത് കേട്ടോ. 899. ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റിലെ ഡിഫറൻസസ് വന്നുകൊണ്ടിരിക്കും. അപ്പം പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ 899. അതും പാനൽസ് ആണ്. അടുത്ത കളറും കൂടെ കാണിച്ചിട്ട് വേറെ ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി പിങ്ക് ഷെയ്ഡ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പിങ്ക് ഷെയ്ഡ്. നല്ല രസമുള്ള ഡാർക്കർ ബേബി പിങ്കും മോ പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള അടിപൊളി പിങ്കാണ്. എന്നിട്ട് ഇത് കണ്ട മിറേഴ്സ് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് സെയിം ആണ്. കലംകാരി പ്രിന്റ് സെയിം ആണ്. കളറിൽ മാത്രമുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ. ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ഡിഫറെൻറ്റ് കളർ ചാർട്ടാണ്. റേറ്റ് വരുന്നത് 899. 899. അപ്പം നമ്മുടെ പിങ്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നല്ല ലുക്കുണ്ട് കേട്ടോ. 899. അപ്പം നമ്മുടെ ഗ്രീൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അടിപൊളി ലുക്കാണ്. നല്ല രസമുള്ള ഗ്രീൻ കളറാണ്. ഇത്രയും റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിന്റ് നിങ്ങളുടെ കയ്യിലോട്ട് വരുമ്പം ഡള്ളല്ല. ആ ഒരു സെയിം കളർ തന്നെ വരും. കോട്ടണിലേക്ക് കളേഴ്സ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. കാരണം അല്ലെ കോട്ടണിൽ ഇച്ചിരി ഒരു കളേഴ്സ് വരുമ്പോൾ ഇച്ചിരി ഡള്ളായിട്ടൊക്കെ വരും. ഇത് പക്ക പെർഫെക്റ്റ് ആണ്. 899 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ സെറ്റാണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. ജോർജറ്റ് ആണ്. പ്രിന്റഡ് ജോർജറ്റ് ആണ്. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് അടിപൊളി ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിലുള്ള സൂപ്പർ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ പഫ് സ്ലീവ് ആണ്. പക്ഷേ ബോഡി നമ്മൾ ഈ കുർത്തിയുടെ ഇൻസൈഡിൽ എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഫ് വേണ്ടാന്നുള്ളവർക്ക് ടൈലറിൻ്റെ കൊടുത്തിട്ട് ആ സ്ലീവ്സ് വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാമെന്നുള്ളത്. അതായത് നമുക്ക് ഈ പഫ് വേണ്ടെങ്കിൽ ആ സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യും. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് വരുന്നത് 47 ആണ്. എ ലൈൻ കട്ടാണ് കേട്ടോ. എ ലൈൻ കട്ടിൽ വന്നിട്ട് ടോപ്പിന്റെ എൻഡ് ഭാഗത്തോട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു നോട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിവിടെ ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. വീഡിയോയിലെക്കാട്ടിലും കാണാൻ ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ. വീഡിയോയിൽ എപ്പോഴും വൈറ്റ് വരുമ്പോൾ അത്രയും ഭംഗി കിട്ടാറില്ല. പ്രിന്റഡ് ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. ഇതാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത്. പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. വെരി ക്യൂട്ട് ലുക്ക്. പിന്നെ പഫ് വേണ്ടാന്നുള്ളവർക്ക് ബോഡി ഇവിടെ നമ്മൾ അകവശത്ത് പഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എൽബോയുടെ അത്രയും ലെങ്തിൽ നമുക്ക് സ്ലീവ്സ് ചെയ്തെടുക്കാൻ പറ്റും. പഫ് അല്ല, സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽബോ ലെങ്തിലേക്ക് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും വേണ്ടാന്നുള്ളവർക്ക്. പിന്നെ ഇതുണ്ടോ, ഇതാണ് ഫ്രിൽസ് വരുന്നത്. ഇങ്ങനെ നല്ല രസമുള്ള ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ഇങ്ങനെ ടയർ സെറ്റിങ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു മടിയുണ്ട്. ഇപ്പം എ ലൈൻ കട്ട് ആയതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മുടെ ഏജ് നന്നായിട്ട് യങ്ങായിട്ട് തോന്നുന്ന ഐറ്റമാണ് ജോർജറ്റിൽ പഫ് സ്ലീവ് വരിക എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വരുന്നു. അപ്പം റേറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 640 ഒക്കെ MRP വരും.
പക്ഷെ നമ്മൾ 599 ആണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഈ കാറ്റലോഗിന് ഒരു കളർ ചാർട്ടും കൂടെ ഉണ്ട്. അതിമനോഹരമായ ഒരു കളറാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരിട്ടാണ് സൂപ്പർ. കാരണം വൈറ്റ് വീഡിയോയിൽ എപ്പോഴും ഒരു സുഖമില്ലാതെ പോലെ തോന്നും. ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് നല്ല ഡാർക്കർ മൗ ഷെയ്ഡാണ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഫീച്ചേഴ്സ് ഒക്കെ സെയിം. സെൻറ്റർ പോർഷൻ നമ്മുടെ നെക്കിലൊരു ടൈ കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ്. ഇൻസൈഡിൽ എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ടോപ്പിന്റെ എൻഡ് വശത്തേക്ക് ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും എ ലൈൻ കട്ടാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാം. പെൻസിൽ ബോട്ടത്തിന്റെ കൂടെയോ ജീൻസിന്റെ കൂടെയോ അല്ല, ഇത് ഇങ്ങനെ തന്നെ വെയർ ചെയ്താലും ഒരു കുഴപ്പമില്ല. 47 ഇഞ്ചസ് ലെങ്തും കിട്ടുന്നുണ്ട്. ഇങ്ങനെ തന്നെ വെയർ ചെയ്യുന്ന കുറച്ചുകൂടെ രസമായിരിക്കും കേട്ടോ. അപ്പം 599 100% വാല്യൂ ഫോർ മണിയാണേ. 599 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. If you want to purchase any of these items, please take a screenshot, mention your size and send it to our WhatsApp number. All India free shipping by India Post. DTDC inside Kerala free shipping, outside Kerala extra 40 rupees shipping charge up to 3 kurtis. No cash on delivery. Return only for damages. Any doubts, anytime you can contact to our customer support number. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. 30,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു അടിപൊളി ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നേഴ്സിനെ നമുക്ക് നാളെ സാറ്റർഡേ അല്ലേ, നാളെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഈ ടൈം വരെ ഒരുപാട് പ്രാവശ്യം കുർത്തീസ് പർച്ചേസ് ചെയ്ത ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി. പിന്നെ അതിലൊരു കസ്റ്റമർ എന്നല്ല, നമ്മുടെ സ്വന്തം ഒരു സിസ്റ്ററിനെ പോലുള്ള റിലേഷൻ ഉണ്ട്. ഇപ്പം രശ്മി മാം എന്ന് പറഞ്ഞ് നമുക്ക് ക്രിസ്മസിന് ഹൽവയൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. പിന്നെ പ്രീതി മാം, ശോഭ, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി. വിത്തൗട്ട് യുവർ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ തങ്കമണി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഏരിയ ആണ്. ഇവിടെ കുർത്തീസ് യൂസ് ചെയ്യുന്നവർ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാനും സാധനങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് വെക്കാനൊക്കെ ഒരു ഷോപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള എല്ലാ കമൻസും നമുക്ക് സെൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് ഒഴിവാക്കി പാനൽ കട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഇന്നത്തെ ഒരെണ്ണം പാനൽ കട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. അപ്പം അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറയുക. താങ്ക് യു.